ഒരിക്കൽ കാള ചന്തയിൽ അതിരാവിലെ കടന്നു ചെന്നിട്ട് ഒരു കച്ചവടക്കാരനോട് എനിക്ക് 500 ദിർഹം തരുമെന്ന് ചോദിച്ചു. ആ കച്ചവടക്കാരൻ കട തുറന്നിട്ടേ ഉള്ളൂ, സാധനങ്ങളൊക്കെ അടക്കി ഒതുക്കി വെക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ആ കച്ചവടക്കാരൻ പറഞ്ഞു, ഞാൻ കട തുറന്നിട്ടുള്ളൂ, എൻ്റെ കയ്യിലിപ്പ് അത്രയും ദിർഹമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കച്ചവടക്കാരൻ പറയാണ്, കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുണ്ടാവും, അപ്പോൾ ഞാൻ തരാമെന്ന് പറഞ്ഞു. ഒരു മനസ്സാക്ഷിയുള്ള ഒരു കണ്ണിച്ചോരുള്ള ഒരാളും അവിടെ ചെയ്യാം, എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം, എനിക്ക് തന്നാൽ മതി എന്ന് പറയും. ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത് ആ കച്ചവടക്കാരനെ തല അങ്ങ് വെട്ടിയിട്ട് അവൻ്റെ തല വെട്ടി മാത്രമല്ല അവൻ്റെ കയ്യിൻ്റെ ചിരവിരൽ മുറിച്ചെടുത്ത് കൗത്തിൽ മാലയാക്കി തൂക്കി നടക്കുകയാണ്. അങ്ങനെ അടുത്ത കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വീണ്ടും അവിടെ നിന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു 500 ദിർഹം വേണം. അവൻ്റെ കുടുംബം വിറ്റിട്ടാണെങ്കിലും ആ 500 ദിർഹം കൊടുക്കും, അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് അടുത്തേക്ക് കൗത്തി തൂങ്ങും. ഇതൊന്നുമല്ല, നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും എല്ലാവരും ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. മദീനയിലെ ഭരണാധികാരിയായിരുന്നു, 2ാം ഖലീഫയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും പെട്ടെന്ന് എണീറ്റ് പോകാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ത്വൽഹ റളിയല്ലാഹു അൻഹു ഇത് ശ്രദ്ധിച്ചു. അമീർ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ തന്നെ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് എണീറ്റ് പോവുകയാണ്. അങ്ങനെ ത്വൽഹ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പിറകെ പോയി. ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല ത്വൽഹ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയത് ഒരു വീട്ടിലേക്കാണ്, അത് രാത്രിയിലാണ്. ആ വീട്ടിലേക്ക് കയറി ചെന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പോയി ഉറപ്പ് വരുത്തിയതിന് ശേഷം ത്വൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ കയറുകയാണ്. ആ വീട്ടിൽ കയറിയപ്പോൾ കാണുന്നത് ഒരു വൃദ്ധയായ ഒരു ഉമ്മയാണ്. വയസ്സായ ഉമ്മയെ കണ്ടപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമ്മ ആ പോയത് ആരാണെന്ന്. അപ്പോൾ വിറച്ച ചുണ്ടുകളുമായി ഉമ്മ പറഞ്ഞു, എനിക്കറിയില്ല. ആ പോയ ആൾ ഇവിടെ വന്നിട്ട് എൻ്റെ മൂത്രം, വിസർജനം, ഖഫം ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കാറുണ്ട്. മാത്രമല്ല അവൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എനിക്ക് വായിൽ ഉരുട്ടി തന്ന് എൻ്റെ കണ്ണുനീരൊക്കെ തുടക്കാറുമുണ്ട്. ഇത് കേട്ടപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു ആകെ സങ്കടമായി. കാരണം ഒരു അമീർ മുഅ്മിനീൻ, അത് ഭരണാധികാരി ഇത്രയും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ എന്ന് അറിഞ്ഞപ്പോൾ. അങ്ങനെ ആ ത്വൽഹ റളിയല്ലാഹു അൻഹു അമ്മയോട് ചോദിച്ചു, ഉമ്മ അതാരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. ഉമ്മ വീണ്ടും പറഞ്ഞു, എനിക്കറിയില്ല. അപ്പോൾ ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് മദീനയിലെ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖത്താബിൻ്റെ മകൻ ഉമർ, താങ്കൾ ഒരു വഴിയിലൂടെ പ്രവേശിക്കുമ്പോൾ ഇബ്ലീസ് ആ വഴിയിലൂടെ വരില്ല. അത്രയും ഭയമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. മദീനയിലെ നിവാസികൾക്കെല്ലാം അത്രയും ഭയമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഇതുപോലെ ആവണം ഓരോ ഭരണാധികാരികളും. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ നിർത്തുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.